കോൺഗ്രസിന് കേരളത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് കനകോലു ഇങ്ങനെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പാർട്ടിയെ ഈ ശയ്യാവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാമോ എന്നാണ് നോക്കുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിക്കുന്ന ഒരു വിഭാഗം, അതിൽ നിന്ന് നിയമസഭയിലേക്ക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വരാൻ പോകുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഏത് തരത്തിൽ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാം എന്നുള്ള തരത്തിലാണ് താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം തുടങ്ങി വരുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചേ പറ്റുകയുള്ളൂ. ഒന്നാമത്, കോൺഗ്രസിനകത്ത് തന്നെ പലതരത്തിലുള്ള കലഹം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു പലതരത്തിലും. അത് എല്ലാ പാർട്ടികളിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് കോൺഗ്രസിന് വന്നു ഭവിച്ചപ്പോൾ അത് കൂടുതലായിട്ട് അതെടുത്ത് മാർക്കറ്റ് ചെയ്യാൻ CPM-ന് കഴിവുണ്ട്. മറിച്ച് CPM-ൽ പലർക്കും അത്തരത്തിലുള്ള സദാചാര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് വേണ്ട തരത്തിൽ എടുത്ത് പ്രയോഗിക്കാൻ കഴിവില്ലാത്തവരായിപ്പോയി കോൺഗ്രസ്സുകാർ. കോൺഗ്രസ് എന്ന് പറയുന്നത് വെറും ഏറാൻ മൂളികളായി ഇങ്ങനെ നിൽക്കുക മാത്രമല്ല ചെയ്യുന്നു, അതിനെതിരെ ശക്തമായി അടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. താഴെ തട്ടിലായാലും മുകൾ തട്ടിലായാലും ഇതൊക്കെയാണ്. കുറെ പേര് രാഹുൽ ഗാന്ധിക്ക് സ്തുതിപാടി നടക്കുന്നു, KC വേണുഗോപാലിന് സ്തുതിപാടി നടക്കുന്നു, പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും ഒക്കെ ഇങ്ങനെ സ്തുതിപാടി നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ 2026 അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എവിടെയൊക്കെയോ ഇവർക്കുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഏവർക്കും ഉണ്ടായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകര് കൃത്യമായി പറഞ്ഞതാണ് UDF തന്നെ ആയിരിക്കും. കാരണം അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ നമ്മളത് കിട്ടി അതിൻ്റെ ഫലം. ആ സാഹചര്യത്തിൽ UDF-ന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇതിൽ വേണ്ട തരത്തിൽ ഉപയോഗിച്ച് മുന്നേറാൻ കഴിയാതെ പോകുന്നുണ്ട്. കേരളത്തിലെ ജയിച്ചു പോയിട്ടുള്ള MP-മാർ പലരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തുടങ്ങും. എന്തിന്? ഇവിടെ നിയമസഭയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട്. നിയമസഭയിൽ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയിരിക്കുന്നതിൽ ഒരു നല്ല പങ്കും മുതിർന്നവരാണ്, അനുഭവ പരിചയസമ്പത്തുള്ളവരാണ്. അവർക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ഇവിടെ നിന്ന് വിജയിക്കുകയും ഇപ്പോഴത്തെ ഒരു തരംഗത്തിൽ ജയിച്ചു കയറിപ്പോയാൽ മന്ത്രിയുമാകാം. അപ്പൊ ശിഷ്ടകാലം മന്ത്രിയുമായിട്ടിരിക്കാം. അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ദേശീയ തലത്തിൽ ഇവർക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് MP-മാർക്ക് കൃത്യമായി അറിയാം, അവിടെ ഇനിയിപ്പം അടുത്ത തെരഞ്ഞെടുപ്പ് 2029-ലാണ്. 29 കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഇനി ഇപ്പോഴെങ്കിലും നമ്മുടെ ഒരു കാഴ്ചയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് കാണാൻ അവസരം ഉണ്ടാകില്ല. ഈ മുതിർന്ന MP-മാർ കണക്ക് കൂട്ടുന്ന അതാണ്. നമ്മൾ ഈ പുരുഷായുസിൽ ഇനി ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ, ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്നത് കാണാമെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന ബോർഡൊക്കെ വെച്ചല്ലേ നടക്കുന്നത്. ഭാവി പ്രധാനമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ബോർഡും വെച്ച് നടക്കുന്ന ഒരു പുങ്കവനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വരില്ല എന്ന് കൃത്യമായി അറിയാം. ഈ നമ്മുടെ AK ആന്റണി എന്തുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് പായം തെറുത്ത് കെട്ടി ഇങ്ങി പോന്നു? അല്ലെങ്കിൽ അദ്ദേഹം ഡൽഹിയിലല്ലേ കഴിയത്തുള്ളായിരുന്നു. അദ്ദേഹത്തിന് അറിയാം BJP ആണ് ഇടം പിടിച്ചിരിക്കുന്നത്, ഇനി രക്ഷയില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ രക്ഷപ്പെട്ടു. ഈ പൂട്ടിക്കെട്ടാറായ കമ്പനിയിൽ എന്തിനാ നിൽക്കുന്നത്? നല്ല കമ്പനിയിലേക്ക് അവസരം കിട്ടിയപ്പോൾ പോവുകയും ചെയ്തു. ഇവിടുന്ന് കേന്ദ്രമന്ത്രി വരെയാകാമെന്നുള്ള കണക്കുകൂട്ടലല്ലേ PK കുഞ്ഞാലിക്കുട്ടി പോയത്. പോയ ട്രെയിനിലോ ഫ്ലൈറ്റിലോ അതേപോലെ തന്നെ തിരിച്ചും വന്നു.
ഇവർക്കൊക്കെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MP-മാരൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇവിടെ അനുമതി കൊടുത്തിട്ടുമില്ല, കൊടുക്കാൻ പോകുന്നുമില്ല. ഒരുപക്ഷെ കൊടുക്കാൻ സാധ്യതയുള്ളത് അടൂർ പ്രകാശിന് കൊടുക്കാം. UDF-ന്റെ കൺവീനറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് കോന്നി മണ്ഡലം തിരിച്ചു പിടിക്കണം. അത് അടൂർ പ്രകാശിനെ പോലുള്ള ഒരാളിനെ കഴിയത്തുള്ളൂ. അങ്ങനെ ചിലർക്ക് മാത്രമായിട്ട് ഒരുപക്ഷെ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരും വരാൻ റെഡിയായിരിക്കുകയാണല്ലോ. ഇപ്പൊ തരൂര് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു താൻ ഉദുമയിൽ മത്സരിക്കുമെന്നൊക്കെ. കൊടിക്കുന്നിലും അധികാരഭ്രാന്ത് അങ്ങനെ മൂത്ത് കേരളത്തിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. പിന്നെ പലരും കെ രാഘവൻ എന്താ കുഴപ്പം? അപ്പൊ പാർലമെന്റിലേക്കായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് വരിക, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് തൊട്ടു പിന്നാലെ. കാരണം കോൺഗ്രസിന് ചില മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ കോന്നി നഷ്ടപ്പെട്ടത് അടൂർ പ്രകാശിനെ കൊണ്ടുപോയത് കൊണ്ടാണ്. വട്ടിയൂർക്കാവ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? കെ മുരളീധരനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ തലമുറയെ, നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവരെ രംഗത്തിറക്കുക എന്നുള്ളത് കൂടിയാണ്. പിന്നെ കോൺഗ്രസിന് പറ്റിയ കുഴപ്പമെന്ന് പറയുന്നത് പ്രതിപക്ഷം ശക്തമല്ലാതായി പോകുന്നു. ഇവരാരും തന്നെ പ്രധാനമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഒരു വിഷയത്തെ പോലും കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസ് എന്നുള്ളത് ഏറ്റവും ദയനീയമാണ്. ഈ 2026 കോൺഗ്രസ് ഇങ്ങനെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ മിടുക്കുകൊണ്ടൊന്നും അല്ല. പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം അവിടെ ചെയ്തു എന്ന് കഴിഞ്ഞു. എന്നാലൊട്ട് NDA BJP അങ്ങോട്ട് ശക്തി പ്രാപിച്ചു വന്നിട്ടുമില്ല. ഒരു 4 or 5 സീറ്റിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. 4 or 5 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കനകോലു അതിശക്തമായിട്ട് പറയുന്നുണ്ട്, വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീങ്ങണം, നന്നായി ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കണം, വാട്സാപ്പ് ഇതൊക്കെ കൃത്യമായി നല്ലപോലെ ഉപയോഗിച്ച് കൂടുതൽ പ്രചാരം നേടി രംഗത്ത് വരണം എന്നാണ് അദ്ദേഹം മുമ്പോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാളിത്തം ഉണ്ട്, അതിനനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പുറത്ത് വേറൊരു അതിപ്രധാനമായിട്ടുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ CPM നായർ വിഭാഗത്തെയും ഈഴവ വിഭാഗത്തെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അത് മുഴുവൻ വോട്ടായിട്ട് CPM-ലേക്ക് പോകണമെന്നില്ല. വെള്ളാപ്പള്ളി ഇങ്ങോട്ടേക്ക് വന്നു പിണറായിയുമായിട്ട് ഒത്തൊരുമിച്ച് പോവുകയാണെന്ന് പറഞ്ഞാൽ മുഴുവൻ ഈഴവരും CPM-ന് വോട്ട് ചെയ്യണമെന്നില്ല. സുകുമാരൻ നായർ പിന്തുണ പറയുന്നു, NSSന്റെ പിന്തുണ, സമദൂരം ശരിദൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ മുഴുവൻ കരയോഗത്തിലുള്ള മുഴുവൻ നായന്മാരും CPM-ന് വോട്ട് ചെയ്യും. അക്കാലമൊക്കെ പോയി. അപ്പോൾ അത്തരത്തില് ഹൈന്ദവ മുന്നണികളെ ഒക്കെ തന്നെ CPM ചേർത്ത് നിർത്തുന്നുണ്ട്. ന്യൂനപക്ഷ സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ അത് BJP-യിലേക്ക് ആകർഷകരായിരിക്കുകയാണ് ഇപ്പോൾ. അത് കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട 2 വെല്ലുവിളികളാണ്. ഒന്ന്, ഹൈന്ദവ വോട്ടുകൾ CPM സമാഹരിക്കുന്നുണ്ടോ? 2, കോൺഗ്രസിൽ ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഈ ക്രൈസ്തവ വോട്ടുകൾ BJP-യുടെ മുഖമായി മാറുകയാണോ? ഈ 2 ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിന് കൃത്യമായി വ്യക്തതയോടുകൂടി കോൺഗ്രസിന് മറുപടി കൊടുക്കണം. അപ്പോൾ മറുപടി കൊടുക്കേണ്ടത് CPM-ന്റെയും പിണറായി വിജയന്റെയും കപടഭക്തിയാണ് പൊളിച്ച് രംഗത്ത് കൊണ്ടുവരേണ്ടത്. കപടഭക്തിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി കണ്ടതാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തില്. വളരെ കൃത്രിമത്വത്തോടുകൂടി പിണറായി സംസാരിക്കുന്നു, ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ്, അയ്യപ്പ ദാസന്മാരാണ് എന്നുള്ള മട്ടിൽ. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസികളുടെ സംരക്ഷിക്കും, ആചാരത്തെ ഞങ്ങൾ ലംഘിക്കില്ല എന്നൊക്കെ. അത് പൊളിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇതുവരെ ആയിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല. അയ്യപ്പ സംഗമം നടന്നിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്.
ഇതുവരെ ആയിട്ടും ഈ CPM-കാരുടെ കപടഭക്തി അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കപടഭക്തിയിൽ ജനം വീഴ്ത്തും ജനത്തെ. അതാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അണികളിൽ കുറെ പേരെങ്കിലും ചേരത്തില്ലേ? ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയണം. ആ കഴിയാതെ പോയതാണ് ഇവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് 26-ൽ കോൺഗ്രസ് ഓടി ഇങ്ങോട്ട് വന്ന് അധികാര കസേരയിൽ ഇരിക്കാമെന്ന് അങ്ങനെ മോഹിച്ചു നിൽക്കരുത്. അല്പം പ്രയാസപ്പെടേണ്ടി വരും. CPM ഉയർത്തുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് മാത്രമേ കോൺഗ്രസ് നയിക്കുന്ന UDF-ന് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ.